ഹലോ, ഏവർക്കും സ്മാർട്ട് പീസിലേക്ക് സ്വാഗതം. ഇന്നത്തെ 10 മിനിറ്റ് ക്ലാസ്സിൽ നമ്മൾ അന്താരാഷ്ട്ര സംഘടനകളും അവയുടെ ആസ്ഥാനമാണ് പഠിക്കാൻ പോകുന്നത്. നമ്മൾ ഈ വീഡിയോയിൽ 30 അന്താരാഷ്ട്ര സംഘടനകളും അവയുടെ ആസ്ഥാനവും പഠിക്കും. നിങ്ങൾ ഈ കാണുന്ന ഈ ഒരു ചോദ്യം ഉണ്ടല്ലോ, ഇത് കഴിഞ്ഞ വർഷം നടന്ന LSGS സെക്രട്ടറി, അതായത് നമ്മുടെ തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ സെക്രട്ടറി പോസ്റ്റിലേക്ക് നടന്ന മെയിൻസ് പരീക്ഷയിലെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. ചോദ്യം ഇങ്ങനെയാണ്: മാച്ച് ദ ഫോളോയിങ് ലിസ്റ്റ് എ വിത്ത് ലിസ്റ്റ് ബി. അതായത് ലിസ്റ്റ് എയിൽ ഏജൻസീസ് ഓഫ് UNOയും ലിസ്റ്റ് ബിയിൽ ഹെഡ് ക്വാർട്ടേഴ്സുമാണ് പറയുന്നത്. നമുക്കിത് മാച്ച് ചെയ്യാം. ഇവിടെ ആദ്യം പറയുന്നത് FAO ആണ്. FAO എന്താണെന്ന് അറിയാമോ? ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ എന്നാണ് FAOയുടെ പൂർണ്ണരൂപം. ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ. ഇവരുടെ ആസ്ഥാനം വരുന്നത് എവിടെ നിന്ന് ഇട്ട് കഴിഞ്ഞാൽ അത് റോമിലാണ് കേട്ടോ. റോമിലാണ് FAOയുടെ ആസ്ഥാനം വരുന്നത്. IBRD എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക ബാങ്കാണ്. IBRD എന്ന് വെച്ചാൽ ലോക ബാങ്കാണ്. ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ് ആണ് IBRD. IBRDയുടെ ആസ്ഥാനം വരുന്നത് വാഷിംഗ്ടണിലാണ്. IBRDയുടെ ആസ്ഥാനം വരുന്നത്. യുനെസ്കോ എന്താണ്? യുനെസ്കോ എന്ന് വെച്ച് കഴിഞ്ഞാൽ യുണൈറ്റഡ് നേഷൻസ് എഡ്യൂക്കേഷണൽ സയന്റിഫിക്കൽ ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ ആണ് കുട്ടികളെ യുനെസ്കോ എന്ന് പറയുന്നത്. യുനെസ്കോയുടെ ആസ്ഥാനം പാരീസിലാണ്. WHO എല്ലാവർക്കും അറിയായിരിക്കും. WHO എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക ആരോഗ്യ സംഘടന, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആണ്. ആസ്ഥാനം വരുന്നത് ജനീവയിലാണ് കേട്ടോ, ജനീവയിലാണ്. അതായത് 1, 2, അതുപോലെ 2, 1, 3, 4, 4, 3. ഓക്കെ, ഏതാ വരുന്ന ആൻസർ എന്ന് കേട്ട് കഴിഞ്ഞാൽ പിള്ളേരെ ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. 1, 2, അതുപോലെ 2, 1, 3, 4, 4, 3 വരുന്നത് ഓപ്ഷൻ ബിയിലാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് അന്താരാഷ്ട്ര സംഘടനകളും ആസ്ഥാനവും നമുക്ക് എന്ത് ചെയ്യാൻ കുട്ടികളെ പഠിക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ഒരു 7 അന്താരാഷ്ട്ര സംഘടനകളോട് പഠിക്കാൻ പോകുന്നത്: ലോക കാലാവസ്ഥാ സംഘടന, ലോകാരോഗ്യ സംഘടന, UN മനുഷ്യാവകാശ കമ്മീഷൻ എന്നാണ് കേട്ടോ. UN മനുഷ്യാവകാശ കമ്മീഷൻ എന്നാണ്. ലോക തൊഴിൽ സംഘടന, ലോക വ്യാപാര സംഘടന, ലോക വ്യാപാര വികസന ചർച്ചാ സമിതി, UN അഭയാർത്ഥി കമ്മീഷൻ. 7 സംഘടനകളെ: ലോക കാലാവസ്ഥാ സംഘടന, ലോക ആരോഗ്യ സംഘടന, UN മനുഷ്യാവകാശ സംഘടന, ലോക തൊഴിൽ സംഘടന, അതുപോലെ ലോക വ്യാപാര സംഘടന, ലോക വ്യാപാര വികസന ചർച്ചാ സമിതി, UN അഭയാർത്ഥി കമ്മീഷൻ. പിള്ളേരെ ഇതിന്റെ എല്ലാത്തിൻ്റെയും ആസ്ഥാനം എവിടെയെന്ന് കേട്ട് കഴിഞ്ഞാൽ അത് ജനീവയാണ് കേട്ടോ. അത് ജനീവയിലാണ് കേട്ടോ. ജനീവ, സ്വിറ്റ്സർലാൻഡിലെ ജനീവയിലാണ്. ഈ പറയുന്ന എല്ലാ സംഘടനയുടെയും ആസ്ഥാനം എവിടെയാണ്? സ്വിറ്റ്സർലാൻഡിലെ ജനീവയാണ് കേട്ടോ. അപ്പൊ ലോക കാലാവസ്ഥാ സംഘടന, ലോക ആരോഗ്യ സംഘടന, UN മനുഷ്യാവകാശ കമ്മീഷൻ, ലോക തൊഴിൽ സംഘടന, ലോക വ്യാപാര സംഘടന, ലോക വ്യാപാര വികസന ചർച്ചാ സമിതി, UN അഭയാർത്ഥി കമ്മീഷൻ. ഇതിന്റെ എല്ലാ ആസ്ഥാനം എവിടെയാണ്? ജനീവയാണ്. ഇത് പഠിക്കാൻ ഒരു കോഡുണ്ട്. നല്ല കാലാവസ്ഥയിൽ ആരോഗ്യമുള്ള മനുഷ്യനായി ജനിച്ച് തൊഴിലോ വ്യാപാരമോ ചെയ്ത് ജീവിച്ചാൽ അഭയാർത്ഥിയാകേണ്ടി വരില്ല. ഒന്നുകൂടെ പറഞ്ഞുതരാം. നല്ല കാലാവസ്ഥയിൽ ആരോഗ്യമുള്ള മനുഷ്യനായി ജനിച്ച് തൊഴിലോ വ്യാപാരമോ ചെയ്ത് ജീവിച്ചാൽ അഭയാർത്ഥിയാകേണ്ടി വരില്ല. ഇവിടെ നിങ്ങൾ ഈ ജനിച്ച് ജീവിച്ചു എന്ന വാക്കിൽ നിന്ന് ജനിച്ച് ജീവിച്ചു എന്ന വാക്കിൽ നിന്ന് ജനീവ എടുക്കണം കേട്ടോ. ജനിച്ച് ജീവിക്കുക, ജനീവ. ഇനി ഈ ഒരു കോഡ് വെച്ചുകൊണ്ട് നിങ്ങൾ ഏതൊക്കെയാണ് സംഘടന മനസ്സിലാക്കുക. നല്ല കാലാവസ്ഥ ഒന്നാമത്തത് കാലാവസ്ഥ സംഘടന, ആരോഗ്യമുള്ള രണ്ടാമത്തത് ആരോഗ്യ സംഘടന, മനുഷ്യനായി UN മനുഷ്യാവകാശ കമ്മീഷൻ, തൊഴിലോ 4 ലോക തൊഴിൽ സംഘടന, വ്യാപാരമോ ലോക വ്യാപാര സംഘടനയും ലോക വ്യാപാര വികസന ചർച്ചാ സമിതിയും എവിടെയാണ്? ജനീവയിലാണ്. അടുത്ത അഭയാർത്ഥി എന്ന് വെച്ച് കഴിഞ്ഞാൽ UN അഭയാർത്ഥി കമ്മീഷൻ. എവിടെയാണ് കുട്ടികളെ? അതും ജനീവയിലാണ്. അപ്പൊ ഈ ഒരു കോഡ് വെച്ചിട്ട് നമുക്ക് 7 സംഘടനകൾ, ജനീവ ആസ്ഥാനമായി വരുന്ന 7 സംഘടനകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പഠിക്കാൻ പറ്റും. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ കുട്ടികളെ? നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാം. അടുത്ത് ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ്? ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനം ന്യൂയോർക്കാണ് കേട്ടോ. ന്യൂയോർക്കിലാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനം വരുന്നത്. ആ ന്യൂയോർക്കിലെ മാൻഹാട്ടനാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനം. അടുത്ത് യുഎന്നിന്റെ യൂറോപ്പിലെ ആസ്ഥാനം എവിടെയെന്ന് അറിയാവോ? യുഎന്നിന്റെ യൂറോപ്പിലെ ആസ്ഥാനം ജനീവയാണ്. യുഎന്നിന്റെ യൂറോപ്പിലെ ആസ്ഥാനം എവിടെയാണ്? ജനീവയിലാണ്. യുണിസെഫിന്റെ ആസ്ഥാനം എവിടെയാണ്? യുണിസെഫ്. എന്താണ് യുണിസെഫ് എന്ന് കേട്ട് കഴിഞ്ഞാൽ യുണൈറ്റഡ് നേഷൻസ് ഇന്റർനാഷണൽ ചിൽഡ്രൻ എമർജൻസി ഫണ്ട് എന്നാണ് യുണിസെഫിന്റെ പൂർണ്ണരൂപം. യുണിസെഫിന്റെ ആസ്ഥാനം എവിടെയെന്നറിയാമോ? യുണിസെഫിന്റെ ആസ്ഥാനവും ന്യൂയോർക്കിൽ തന്നെയാണ്. യുണിസെഫിന്റെ ആസ്ഥാനം എവിടെയാണ് കുട്ടികളെ? ന്യൂയോർക്കിൽ തന്നെയാണ്. UN വിമണിന്റെ ആസ്ഥാനം എവിടെയെന്നറിയാവോ? UN വിമന്റെ ആസ്ഥാനവും ന്യൂയോർക്കിലാണ്. UN വിമന്റെ ആസ്ഥാനം എവിടെയാണ് കുട്ടികളെ? ന്യൂയോർക്കിലാണ്. അപ്പോൾ പഠിക്കാൻ എളുപ്പമാണ്. ന്യൂ
തുണി ചോദിക്കുന്നത് വിമൺ ആണെന്ന് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, ഈ സ്ത്രീകളാണ് എപ്പോഴും പുതിയ തുണി വേണം എന്ന് പറയുന്നത് ഓർത്താൽ മതി കേട്ടോ. അപ്പൊ ന്യൂ തുണി വിമൺ എന്ന് ഓർത്ത് വെച്ചാൽ മതി. അപ്പം യുണിസെഫ് വിമണ് ന്യൂയോർക്ക് എന്ന് ഓർക്കാൻ പറ്റും കേട്ടോ. യുണിസെഫിന്റെയും UN വിമന്റെ ആസ്ഥാനം എവിടെയാണ് കുട്ടികളെ? ന്യൂയോർക്കാണ്. അന്താരാഷ്ട്ര നാണയനിധി, നമ്മൾ അതിനെ IMF എന്ന് പറയും, ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് അല്ലെങ്കിൽ IMF എന്ന് പറയും. എവിടെയാണ് അന്താരാഷ്ട്ര നാണയനിധിയുടെ ആസ്ഥാനം എന്ന് കേട്ട് കഴിഞ്ഞാൽ അതും വാഷിംഗ്ടൺ DC തന്നെയാണ് അല്ലേ? വാഷിംഗ്ടൺ DC തന്നെയാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? അന്താരാഷ്ട്ര നാണയനിധി അല്ലെങ്കിൽ IMF സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യനിൽ IBRD ആണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. IBRD അല്ലേ, ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ്. അത് ലോക ബാങ്കാണ്. അവരുടെ ആസ്ഥാനം വരുന്നതും വാഷിംഗ്ടൺ DC തന്നെയാണ്. അതുപോലെ IMF ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് അല്ലെങ്കിൽ അന്താരാഷ്ട്ര നാണയനിധി അവരുടെ ആസ്ഥാനം വരുന്നത് ഇവിടെ തന്നെയാണ്, വാഷിംഗ്ടൺ DC തന്നെയാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അത് അടുത്ത കുഴപ്പമുണ്ട്, ലോക ബാങ്ക് കുഴപ്പമുണ്ട്. അത് എവിടെയാണ് കുട്ടികളെ? വാഷിംഗ്ടൺ DC ലോക ബാങ്ക് വരുന്നത്. നമ്മൾ ആദ്യമേ പറഞ്ഞായിരുന്നത്. അടുത്ത ആംനസ്റ്റി ഇന്റർനാഷണലിന്റെ ആസ്ഥാനം ലണ്ടൻ. എവിടെയാണ് കുട്ടികളെ? ലണ്ടനിലാണ് ആംനസ്റ്റി ഇന്റർനാഷണലിന്റെ ആസ്ഥാനം വരുന്നത്. കോമൺവെൽത്തിന്റെ ആസ്ഥാനം ലണ്ടൻ. അന്താരാഷ്ട്ര മാരിടൈം സംഘടന എവിടെയാണ് കുട്ടികളെ? ലണ്ടൻ. ഓക്കെ, അപ്പൊ ആംനസ്റ്റി ഇന്റർനാഷണൽ ലണ്ടൻ ആണ്, കോമൺവെൽത്തിന്റെ ആസ്ഥാനം ലണ്ടൻ ആണ്. അതുപോലെ അന്താരാഷ്ട്ര മാരിടൈം ഓർഗനൈസേഷൻ അല്ലെങ്കിൽ അന്താരാഷ്ട്ര മാരിടൈം സംഘടന ലണ്ടൻ. 3 ലണ്ടനിൽ, ആംനസ്റ്റി ഇന്റർനാഷണൽ, കോമൺവെൽത്ത്, മാരിടൈം ഓർഗനൈസേഷൻ 3 എവിടെയാണ്? ലണ്ടനിലാണ്. അന്താരാഷ്ട്ര നീതിന്യായ കോടതി ഹേഗിലാണ്, നെതർലാൻഡിലെ ഹേഗിലാണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതി സ്ഥിതി ചെയ്യുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്, അമേരിക്കയ്ക്ക് വെളിയിൽ സ്ഥിതി ചെയ്യുന്ന UN-ന്റെ പ്രധാന ഘടകം ഏതാണ്? UN-ന്റെ 6 ഘടകങ്ങളുണ്ട്. UN-ന്റെ 6 ഘടകങ്ങൾ. ആ 6 ഘടകങ്ങളിൽ അമേരിക്കയ്ക്ക് വെളിയിൽ സ്ഥിതി ചെയ്യുന്ന ഏക ഘടകമാണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതി അല്ലെങ്കിൽ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്. അത് നെതർലാൻഡിലെ ഹേഗിലാണ് സ്ഥിതി ചെയ്യുന്നത്, അന്താരാഷ്ട്ര നീതിന്യായ കോടതി സ്ഥിതി ചെയ്യുന്നത്. അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി സ്ഥിതി ചെയ്യുന്നത് വിയന്നയിലാണ് കേട്ടോ. വിയന്നയിലാണ് അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും ഒന്നുകൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം, നല്ലപോലെ മനസ്സിലാക്കുക. പിള്ളേരെ, ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനം ന്യൂയോർക്കിലെ മാൻഹാട്ടൻ ആണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനം. UN-ന്റെ യൂറോപ്പിലെ ആസ്ഥാനം ജനീവയാണ്. യുണിസെഫിന്റെ ആസ്ഥാനം യുണൈറ്റഡ് നേഷൻസ് ഇന്റർനാഷണൽ ചിൽഡ്രൻ എമർജൻസി ഫണ്ട് ആണ് യുണിസെഫിന്റെ ആസ്ഥാനം ന്യൂയോർക്കാണ്. UN വിമണിന്റെ ആസ്ഥാനവും ന്യൂയോർക്കാണ്. അന്താരാഷ്ട്ര നാണയനിധി അതായത് IMF ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് വാഷിംഗ്ടൺ DC. ലോക ബാങ്ക് അല്ലെങ്കിൽ IBRDയുടെ ആസ്ഥാനവും വാഷിംഗ്ടൺ DC. ആംനസ്റ്റി ഇന്റർനാഷണൽ ലണ്ടൻ, കോമൺവെൽത്ത് ലണ്ടൻ, അന്താരാഷ്ട്ര മാരിടൈം ഓർഗനൈസേഷൻ ലണ്ടൻ, അന്താരാഷ്ട്ര നീതിന്യായ കോടതി ഹേഗാണ്. UN-ന്റെ പ്രധാന ഘടകങ്ങളിൽ 6 ഘടകങ്ങളിൽ അമേരിക്കയ്ക്ക് വെളിയിൽ സ്ഥിതി ചെയ്യുന്ന ഏക ഘടകമാണ് ഏത് കുട്ടികളെ? അന്താരാഷ്ട്ര നീതിന്യായ കോടതി ഹേഗ്, നെതർലാൻഡ്. അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി സ്ഥിതി ചെയ്യുന്നത് വിയന്നയിലാണ്. അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി സ്ഥിതി ചെയ്യുന്നത്. ബാക്കി പഠിക്കാം. പിള്ളേരെ, അടുത്ത ഒപ്പക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒപ്പക്കിന്റെ സ്പെല്ലിങ് OPEC എന്നാണ് കേട്ടോ. ഒപ്പക്കിന്റെ സ്പെല്ലിങ് അതായത് ഓർഗനൈസേഷൻ ഓഫ് പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസ് എന്നാണ് ഒപ്പക്കിന്റെ പൂർണ്ണരൂപം. ഓർഗനൈസേഷൻ ഓഫ് പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസ് എന്നാണ് ഒപ്പക്കിന്റെ പൂർണ്ണരൂപം. ഒപ്പക്കിന്റെ ആസ്ഥാനം എവിടെയാണ് കുട്ടികളെ? ഒപ്പക്കിന്റെ ആസ്ഥാനം എവിടെയാണ്? വിയന്നയിലാണ് ഒപ്പക്കിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അത് പഠിക്കാൻ എളുപ്പമാണ്. പെട്രോൾ എന്ന് പറഞ്ഞാൽ എണ്ണയെ നമ്മൾ പറയാറുണ്ട്. പെട്രോൾ എണ്ണ വിയന്ന, പെട്രോളിയം വിയന്ന. ഓർഗനൈസേഷൻ ഓഫ് പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസ് എവിടെയാണ്? വിയന്നയിലാണ്. UN പരിസ്ഥിതി പരിപാടി, നമ്മൾ അതിനെ UNEP എന്ന് പറയാറുണ്ട്. UNEP യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റ് പ്രോഗ്രാം എന്നാണ് UNEPയുടെ പൂർണ്ണരൂപം. യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റ് പ്രോഗ്രാം എന്നാണ് UNEPയുടെ പൂർണ്ണരൂപം. സ്ഥിതി ചെയ്യുന്നത് നെയ്റോബി കെനിയ. UNEP സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് കുട്ടികളെ? നെയ്റോബി കെനിയ. ആസിയാന്റെ ആസ്ഥാനം ജക്കാർത്ത, ഇന്തോനേഷ്യ. സാർക്കിന്റെ ആസ്ഥാനം കാഠ്മണ്ഡു. കാഠ്മണ്ഡു എവിടെ കുട്ടികളെ? കാഠ്മണ്ഡു നേപ്പാളാണ് കേട്ടോ. അപ്പൊ ആസിയാന്റെ ആസ്ഥാനം ജക്കാർത്തയും സാർക്കിന്റെ ആസ്ഥാനം കാഠ്മണ്ഡുവുമാണ്.
ബിംസ്റ്റെക് എന്താണെന്ന് അറിയൂട്ടില്ല. ബിംസ്റ്റെക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബേ ഓഫ് ബംഗാൾ ഉണ്ടല്ലോ, ഈ ബേ ഓഫ് ബംഗാളുമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് ഈ ബിംസ്റ്റെക് എന്ന് പറയുന്നത്. അതായത് ബംഗാൾ ഉൾക്കടലുമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് ബിംസ്റ്റെക് എന്ന് പറയുന്നത്. ബിംസ്റ്റെക്കിന്റെ ആസ്ഥാനം ധാക്കയാണ് കേട്ടോ, ധാക്ക. ബിംസ്റ്റെക്കിന്റെ ആസ്ഥാനം എവിടെയാണ് കുട്ടികളെ? ബംഗ്ലാദേശിലെ ധാക്കയാണ് ബിംസ്റ്റെക്കിന്റെ ആസ്ഥാനം. യുനെസ്കോ നമ്മൾ നേരത്തെ പറഞ്ഞു, യുനെസ്കോയുടെ ആസ്ഥാനം പാരീസ് ആണ് അല്ലെ, പാരീസ് ആണ്. യുനെസ്കോയുടെ ആസ്ഥാനം എവിടെയാണ് കുട്ടികളെ? പാരീസ് ആണ്. ഭക്ഷ്യ കാർഷിക സംഘടന FAO നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ FAO നമ്മൾ ആദ്യം പറഞ്ഞായിരുന്നു. എവിടെയാണ് FAOയുടെ ആസ്ഥാനം? റോം. എവിടെയാണ് കുട്ടികളെ? റോം. ഭക്ഷ്യ കാർഷിക സംഘടന റോം, ഇറ്റലി. ഇറ്റലിയിലെ റോമാണ് ഭക്ഷ്യ കാർഷിക സംഘടനയുടെ ആസ്ഥാനം. ഇഡ്ഡലി എന്ന് ഓർത്താൽ മതി. ഇഡ്ഡലി, ഭക്ഷ്യം, റോം കണക്ട് ചെയ്യാൻ പറ്റും. ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ ആസ്ഥാനം മനിലയാണ്. മനില, ഫിലിപ്പീൻസ് കേട്ടോ. ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ ആസ്ഥാനം എവിടെയാണ് കുട്ടികളെ? മനില, ഫിലിപ്പീൻസ് ആണ്. അതുപോലെ ആഫ്രിക്കൻ യൂണിയന്റെ ആസ്ഥാനം ആഡിസ് അബാബയിലാണ്. ആഫ്രിക്കൻ യൂണിയന്റെ ആസ്ഥാനം ആഡിസ് അബാബ. അടുത്ത നാറ്റോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ ആണ് നാറ്റോ. നാറ്റോയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ബ്രസൽസിലാണ്. ബ്രസൽസ് എവിടെയാണ് കുട്ടികളെ? ബെൽജിയത്തിലെ ബ്രസൽസിലാണ് നാറ്റോയുടെ ആസ്ഥാനം. നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ നാറ്റോയുടെ ആസ്ഥാനം ബ്രസൽസ്, ബെൽജിയം. ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റ് വാൻഗാരി മാതായി കേട്ടോണ്ടോ നിങ്ങൾ? 2004 സമാധാന നൊബേൽ സമ്മാനം ലഭിച്ച വ്യക്തിയാണ് വാൻഗാരി മാതായി സ്ഥാപിച്ച സംഘടനയാണ് ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റിന്റെ ആസ്ഥാനം എവിടെയെന്ന് കേട്ട് കഴിഞ്ഞാൽ നെയ്റോബി, കെനിയ. നമ്മൾ നേരത്തെ UNEPയും പറഞ്ഞു നെയ്റോബി, കെനിയാണ്. അതുപോലെ ഇന്റർപോളിന്റെ ആസ്ഥാനം എവിടെയാ? ഇന്റർപോളിന്റെ ആസ്ഥാനം ലിയോൺസ് ആണ്. ലിയോൺസിലാണ് ഇന്റർപോളിന്റെ ആസ്ഥാനം. അത് എവിടെ നിന്ന് കേട്ടോ? ഫ്രാൻസിലാണ് ലിയോൺസ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ പറഞ്ഞുതരാം ഈ ലാസ്റ്റ് പറഞ്ഞ 10 ഒപെക് വിയന്ന, UN പരിസ്ഥിതി പരിപാടി അല്ലെങ്കിൽ UNEP നെയ്റോബി, ആസിയാൻ ജക്കാർത്ത, സാർക്ക് കാഠ്മണ്ഡു, ബിംസ്റ്റെക് ധാക്ക, യുനെസ്കോ പാരീസ്, ഭക്ഷ്യ കാർഷിക സംഘടന അല്ലെങ്കിൽ ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ റോമിലാണ് ആസ്ഥാനം. അതുപോലെ തന്നെ ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് മനില, ഫിലിപ്പീൻസ്, ആഫ്രിക്കൻ യൂണിയൻ ആഡിസ് അബാബ, അതുപോലെ നാറ്റോ ബ്രസൽസ്, ബെൽജിയം. ഓക്കെ, ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റ് നെയ്റോബി, അതുപോലെ ഇന്റർപോള് ലിയോൺസ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? നന്നായി പഠിക്കുക. നമുക്ക് ചോദിക്കും ഒരു സംഘടനയും ആസ്ഥാനവും. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. ബൈ.